ഒരിക്കൽ പാർട്ടിയിൽ എല്ലാമായിരുന്ന രണ്ട് നേതാക്കൾ അവസരം കിട്ടുന്നില്ലെന്ന പരാതി പാർട്ടി ഫോറങ്ങളിൽ നിരന്തരം ഉന്നയിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം വി മുരളീധരനും കെ സുരേന്ദ്രനും നേതൃയോഗങ്ങളിലേക്ക് പോലും ക്ഷണമില്ലെന്നാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വിജയിക്കുകയും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനം വരികയും ചെയ്തതോടെ ആത്മവിശ്വാസത്തിലായിരുന്നു BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അര ഡസനിൽ കുറയാതെ സീറ്റ് പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന പാർട്ടിക്ക് തിരിച്ചടിയാണോ ഇപ്പോഴത്തെ ഗ്രൂപ്പ് പോര്? മുതിർന്ന നേതാക്കളെ പരിഗണിക്കാത്ത രാജീവ് ചന്ദ്രശേഖറിന്റെ നയം BJPക്ക് ഗുണകരമാകുമോ? ആദ്യം നോക്കാം ആദ്യ എക്സ്ട്രാ. കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് നേതൃത്വത്തിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെതിരെയാണ് BJPയിൽ കലാപക്കൊടി ഉയർന്നിരിക്കുന്നത്. ആരെയും മാറ്റി നിർത്തില്ലെന്ന് പ്രഖ്യാപിച്ച പ്രസിഡന്റിന്റെ മൗനാനുവാദത്തോടെ വി മുരളീധര വിഭാഗത്തെ വെട്ടിനിരത്തുന്നുവെന്നാണ് പരാതി. കോർപ്പറേറ്റ് രീതിയിൽ ഇന്റർവ്യൂ നടത്തി മോർച്ച ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ പോലും മികച്ച രീതിയിൽ പ്രവർത്തിച്ചവരെ ഒഴിവാക്കി. കെ സുരേന്ദ്രനൊപ്പമുള്ള യുവമോർച്ച നേതാക്കളെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിച്ചില്ല. തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് R. സജിത്ത്, പത്തനംതിട്ടയിലെ നിതിൻ ശിവ, കണ്ണൂരിലെ അരുൺ കൊട്ടിയൂർ, കാസർകോട്ടെ അഞ്ജു ജോസ്റ്റി എന്നിവരെയാണ് മുരളീധര സുരേന്ദ്ര ഗ്രൂപ്പ് എന്ന് ആരോപിച്ച് ഒഴിവാക്കിയത്. മഹിളാ മോർച്ചയിൽ തിരുവനന്തപുരത്തെ രാഗേന്ദു, പാലക്കാട്ടെ സിമി, എറണാകുളത്തെ വിനീത ഹരിഹരൻ എന്നിവരെയും വെട്ടിനിരത്തി. സംഘടനാ ചുമതല വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി P. സുധീറിന് ഒരു ചുമതല പോലും നൽകിയില്ല. എന്നാൽ മികച്ച സംഘടനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് ചിലർ നടത്തുന്നതെന്നാണ് എതിർവിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. RDX റാപ്പ് ന്യൂസ് മലയാളം. കോർ കമ്മിറ്റിയിൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വിമർശനമെന്നാണ് റിപ്പോർട്ട്. പുതിയ BJP നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ല. യുവമോർച്ച, മഹിളാ മോർച്ച, ടാലന്റ് ഹണ്ട് പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കും എന്നുള്ള ആരോപണം ഉയർന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അധ്യക്ഷന്റെ ആദ്യ നിലപാട് ആ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തു എന്നുള്ള വിലയിരുത്തലും വന്നു. വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പോവില്ല എന്നും വിമർശനമുണ്ടായി. നേതൃത്വത്തിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തി. ക്രിസ്ത്യൻ നേതാക്കളെ കൂടുതൽ പരിഗണിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളി. നിലമ്പൂരിൽ ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോയി. ഹിന്ദുത്വമാണ് BJPയുടെ അടിസ്ഥാന ആശയമെന്നത് മറന്നു പോകരുത് എന്നും സുരേന്ദ്രപക്ഷം ആരോപിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉയർത്തുന്നതിൽ BJP നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ള ആരോപണവും ഉയർത്തി. BJP വികസനം മാത്രം പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ CPIM കൊണ്ടുപോകും എന്ന വിമർശനം കൂടി ഇതിനകത്ത് ഉണ്ടായി. നേതൃയോഗത്തിൽ ചില മുൻ അധ്യക്ഷന്മാരെ മാത്രം വിളിക്കുന്നതിനെ മാനദണ്ഡം എന്ത് എന്ന് C. കൃഷ്ണകുമാർ ചോദിച്ചു. ചിലരെ മാത്രം ഒഴിവാക്കുന്നത് പാർട്ടി പ്രവർത്തകർക്ക് തെറ്റായ സന്ദേശം നൽകും. BJPയിൽ ഇപ്പോൾ നടക്കുന്നത് പാർട്ടിയുടെ സിസ്റ്റത്തിനെതിരെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ BJPയുടെ പല യോഗങ്ങളും അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്ന വിമർശനവും ഉയർന്നു. പ്രസിഡന്റിനേക്കാൾ വലിയ സൂപ്പർ പ്രസിഡന്റായി MT രമേശ് മാറുന്നുവെന്നാണ് P. സുധീറിന്റെ ആരോപണം. അമിത്ഷാ തിരുവനന്തപുരത്ത് വരുന്ന കാര്യം MT രമേശ് നേതൃയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് അറിഞ്ഞത് എന്നും സുധീർ ആരോപിക്കുന്നു. അതേസമയം ഈ നീക്കത്തെ, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടുകളെ, രീതിയൊക്കെ പഴയ കൃഷ്ണദാസ് വിഭാഗം അവർ ന്യായീകരിക്കുകയാണ്. പാർട്ടി കാര്യം പുറത്തു പറഞ്ഞത് തെറ്റ് എന്നാണ് PK കൃഷ്ണദാസ് വിഭാഗത്തിന്റെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരെ മാത്രമാണ് നേതൃയോഗത്തിലേക്ക് വിളിച്ചത് എന്നും പറയുന്നു. നേതൃയോഗത്തിൽ ക്ഷണിച്ചില്ല എന്ന വാർത്ത നിഷേധിച്ചില്ല കെ സുരേന്ദ്രൻ. പറയേണ്ടവർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് കെ സുരേന്ദ്രൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ സ്ട്രാറ്റജി പല തെരഞ്ഞെടുപ്പുകളിലും പല സമയങ്ങളിലും ഒക്കെ അത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയാണ്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതൊക്കെ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് BJPയിലെ സാഹചര്യം. സനീഷ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന പഴയ വി മുരളീധര പക്ഷം എന്ന് വിളിക്കപ്പെടുന്ന പഴയ ഔദ്യോഗിക പക്ഷം ആണ് ആ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചത്. അത് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയാലും ഒക്കെ വളരെ ആസൂത്രിതമായി തന്നെ നടപ്പാക്കുന്നതിൽ അവർക്ക് വലിയ വിജയം കാണാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അവർ ചെയ്ത ഒരു കുഴപ്പമുണ്ട്. അത് ഈ പറയുന്ന കൃഷ്ണദാസ് പക്ഷം എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ BJPയിലെ ഗ്രൂപ്പിസത്തിലെ ഇപ്പുറത്ത് നിൽക്കുന്ന പക്ഷത്തെ പൂർണ്ണമായി ആ ഘട്ടത്തിൽ അവഗണിച്ചിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ കൊണ്ടുവരും, പക്ഷേ പാർട്ടി കേഡർ സിസ്റ്റത്തിനകത്തുള്ള ആലോചനകൾ
മേഖലകളിലൊക്കെ ഇവരെ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടി കൂടിയായാണോ ഇപ്പോൾ ഈ സാഹചര്യത്തെ അവർ മുതലാക്കുന്നത്? ഇതിനകത്ത് ഹർഷൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തായാലും നമ്മൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാകേണ്ടത് കാര്യമില്ലല്ലോ. എല്ലാവർക്കും ഇതിനകം മനസ്സിലായിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട യോഗത്തിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ വിളിക്കുന്നില്ല. അദ്ദേഹത്തിന് അതിനകത്തുള്ള അതൃപ്തി ഇപ്പോൾ ഈ അവസാനം കാണിച്ചിരിക്കുന്ന ബൈറ്റിൽ വ്യക്തവുമാണ്. രാഷ്ട്രീയക്കാർക്ക് ഒരു കേഡർ പാർട്ടിയുടെ നേതാവായിരുന്ന ആൾക്ക്, സംസ്ഥാന പ്രസിഡന്റായിരുന്ന അത്രയും പ്രധാനപ്പെട്ട പദവിയിരുന്ന ഒരാൾക്ക് കാണിക്കാവുന്ന അതൃപ്തി അതിനകത്ത് നമ്മൾക്ക് നല്ല ദൃഷ്ടിയോടെ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ പക്ഷവും വിചാരിക്കുന്നൊരു കാര്യം, ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഈ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധമുള്ളൊരു മുന്നേറ്റം അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കും. അതായത് നേരത്തെ ഒറ്റ സീറ്റ് മാത്രമേ ലഭിച്ചുള്ളെങ്കിൽ ഒന്നിലേറെ സീറ്റുകളിൽ വിജയം തന്നെ ഉണ്ടാക്കാൻ ആകും എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ BJPക്കാർക്കുണ്ട്. ആത്മവിശ്വാസം അവരുടെ ഒരു ബോധ്യം അതുണ്ട്. അതിനുവേണ്ട മറ്റ് പല പ്രവർത്തനങ്ങളിലും അവർ ഏർപ്പെടുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളുണ്ടായുള്ള മുന്നേറ്റം, പലയിടത്തും 2ാം സ്ഥാനത്തെത്തിയത്, ചിലയിടങ്ങളിൽ 1ാം സ്ഥാനത്തൊക്കെ എത്തിയത് അവരെ സംബന്ധിച്ച് അങ്ങനെയൊരു ആത്മവിശ്വാസത്തിന് കാരണമായിട്ടുണ്ട്. നമുക്കറിയാം ഇതിനകത്തുള്ളൊരു കാര്യം ഹർഷൻ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടും ഞാൻ പറഞ്ഞു. അതായത് നരേന്ദ്രമോദി ഈ രാജ്യത്തെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തനായിട്ടുള്ള നേതാവാണല്ലോ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് BJP രാജ്യം ഭരിക്കുന്ന ഒരു വലിയ ഫോഴ്സായിട്ട് മാറിയത്. പിന്നീട് ആ ഫോഴ്സിൻ്റെ ശക്തി കൂടുകയാണ് ഉണ്ടായത്. പക്ഷേ നരേന്ദ്രമോദിയുടെ മാത്രം പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർ പറയുമായിരിക്കും. പക്ഷേ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നമ്മളെന്താ പറയുക? അങ്ങനെയല്ല. അതൊരുപാട് കാലത്തെ, ദീർഘമായ കാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. 1925-20കളിൽ തുടങ്ങിയ ഹിന്ദുത്വ രാഷ്ട്രീയം, ഒരുപക്ഷെ അതിനു മുമ്പുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം, ആ കാലം തൊട്ട് RSSൻ്റെ പ്രവർത്തനം, പിന്നീടുണ്ടായ ജനസംഘം, അടിയന്തരാവസ്ഥ കാലം, പിന്നീട് BJP, വാജ്പേയി, അദ്വാനി എന്ന് പറഞ്ഞിട്ട് വിജയം പൂർണ്ണമാകുന്ന സമയത്ത് ആ സ്ഥലത്ത് കൃത്യമായി ഫിക്സായിരുന്നത് നരേന്ദ്രമോദി ആയിരുന്നോ എന്നത് നമ്മൾ രാഷ്ട്രീയത്തെ പഠിതാവെന്ന നിലയിൽ സമീപിക്കുന്ന ആളുകൾക്ക്, രാഷ്ട്രീയ നേതാക്കളായിട്ടല്ലാതെ പ്രത്യേകിച്ചൊരു താല്പര്യമില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ പഠിതാവ് എന്ന നിലക്ക് കാണുന്ന ആളുകൾക്ക് അങ്ങനെ കാണാൻ പറ്റൂ. അതൊരു കണ്ടിന്യൂവേഷൻ അവസാനം. പക്ഷേ അപ്പോഴും ആ നേതാവിന് പ്രസക്തിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒടുവിൽ സംഭവിക്കുന്ന സ്ഥലത്ത് ആ കാലത്തിൻ്റെ വെല്ലുവിളികളും ആ കാലത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യവും ഉയർത്തി കൊണ്ടുപോകാൻ പാകത്തിനുള്ള നേതൃശേഷിയുള്ള ആളാകണം അവിടെ ആ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. അത് നിശ്ചയമായിട്ടും നരേന്ദ്രമോദിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പാർട്ടിക്കും വലിയ മുന്നോട്ട് പോക്കുണ്ടായത്, അദ്ദേഹത്തിനും വലിയ മുന്നോട്ടുണ്ടായത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിലെ വളരെ തന്ത്രശാലിയായുള്ള നേതാവ് വിചാരിക്കുന്നത് കേരളത്തിൽ വിജയമുണ്ടാകാൻ പോകുന്ന കാലമാണിത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ സമയത്ത് ഞാനായിരിക്കണം സംസ്ഥാന അധ്യക്ഷൻ എൻ്റെ കാലത്ത്. അപ്പോൾ എൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ട് വിജയം വരണം. എൻ്റെ പ്രവർത്തനം, ഞാനെന്ന വ്യക്തി ആയിരിക്കണം അതിനകത്തേക്ക് വരുന്നത്. അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ എന്ന സംശയം നമുക്ക് തോന്നും. അതുകൊണ്ടായിരിക്കണം വി മുരളീധരനും കെ സുരേന്ദ്രനും, പ്രത്യേകിച്ചും ഞാൻ ആവർത്തിച്ച് പറയും, എനിക്ക് രാഷ്ട്രീയത്തോട് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ടെങ്കിലും കെ സുരേന്ദ്രൻ എന്ന നേതാവ് BJPയെ ഇപ്പോഴെത്തിയിരിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ നല്ല തോതിൽ പ്രവർത്തിച്ചൊരു സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഞങ്ങളുടെ മാത്രം കയ്യിലൂടെ ഈ രാജീവ് ചന്ദ്രശേഖര പക്ഷം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നുണ്ടാകണം. അതായിരിക്കണം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വാർത്തകളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് സുരേന്ദ്രൻ പക്ഷേ അതിനെതിരായിട്ട് പറഞ്ഞത് ഹിന്ദുത്വയാണ് നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം, അത് നിങ്ങൾ കളഞ്ഞു കളയരുത് കേട്ടോ എന്ന് പറയുന്നൊരു വിമർശമായിട്ട് കൂട്ടിയാൽ മതി. പക്ഷേ അതിന് കാരണമാകുന്ന കാര്യങ്ങളുണ്ട്. അതായത് സമീപകാലത്ത് ഈ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തും. അതായത് ഈ മാർട്ടിൻ ബോംബ് വെച്ച സംഭവം ഉണ്ടല്ലോ, അതിന് തൊട്ട് പിന്നിൽ അത് നടന്ന ഉടനെ ഈ രാജീവ് ചന്ദ്രശേഖരൻ വന്ന് കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. എത്രക്ക് നിന്ദ്യമായിട്ടുള്ള, എത്രക്ക് പേടിപ്പെടുന്നൊരു പ്രസ്താവനയായിരുന്നു അത്. അങ്ങനെ ഈ പറയുന്ന ഹിന്ദുത്വയുടെ ആംഗിളിൽ മാത്രം അഗ്രസീവായിട്ട് കാര്യങ്ങളെ കണ്ടിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഈ കാലത്തൊന്നും മിണ്ടുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി വിവാദം ഉണ്ടായപ്പോൾ മിണ്ടുന്നില്ല. ഇപ്പോൾ ജാനകി സംഭവത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നു. ഭാരതാംബ വിഷയത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തെ പുറത്തെവിടെയും കാണുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഗ്രസീവ്നെസ് ഒക്കെ അടക്കി വെച്ചിരിക്കുക. അപ്പോൾ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ യോഗത്തിനകത്ത് ഹിന്ദുത്വയാണ് നമ്മുടെ രാഷ്ട്രീയം, അത് നിങ്ങൾ പറയുന്നില്ല കേട്ടോ എന്ന് വിമർശിക്കാനുള്ള പഴുതുകൂടെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജീവ് ചന്ദ്രശേഖറിന് നല്ല ബുദ്ധിയുണ്ട്, അദ്ദേഹത്തിന് നല്ല ഉപദേഷ്ടാക്കളുണ്ട്, മാധ്യമ സ്ഥാപനമുണ്ട്, അങ്ങനെ പല സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ രാഷ്ട്രീയം പറയേണ്ടതില്ല എന്നുള്ള ഉപദേശം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായി ഓരോ വിഷയത്തിലും പ്രതികരിക്കാൻ പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും. കാരണം അദ്ദേഹം തഗ് ഡയലോഗൊക്കെ അടിക്കാനുള്ള ശ്രമം നടത്തി വല്ലാതെ പാളി. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് വേണ്ട,
അത് വേണ്ട, കൂടുതൽ രാഷ്ട്രീയം ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പുള്ളിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പലപ്പോഴും പാളാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ്. ഇവിടുത്തെ ഈ കേരളത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു മതനിരപേക്ഷ ബോധത്തെ ഒരു പരിധിക്കപ്പുറത്ത് തകർത്ത് കളയാൻ പറ്റില്ല. അത് ഇദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അത് ആ മട്ടിലായി പോവുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം പറയേണ്ടതില്ല എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, പകരം ആളുകളെ ചുമതലപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഒരു സംശയമില്ലാതെ പറയാം, സനീഷ് നേരത്തെ പറഞ്ഞു നിർത്തിയത് തന്നെയാണ്. അതായത് കെ സുരേന്ദ്രൻ എന്ന നേതാവ്, അല്ലെങ്കിൽ കെ സുരേന്ദ്രനൊപ്പം നിന്ന കുറേ നേതാക്കൾ, അവർ ഫീൽഡിൽ പണിയെടുത്തതുപോലെ അതിനു മുമ്പ് BJP പ്രവർത്തകർ ആ മട്ടിൽ BJP എന്ന നിലയ്ക്ക് പണിയെടുത്തത് എൻ്റെ ഒരു ഓർമ്മയിലില്ല. RSSകാരുണ്ട്. RSSകാരെന്താണ് ഒരു കേഡർ സ്വഭാവത്തിൽ ഇവരെ ഓരോ പോക്കറ്റുകളിലും ഇവരെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തും, ആ നിലയ്ക്കുള്ള പണിയൊക്കെ എടുക്കും. പക്ഷേ മൊത്തം ഒരു സിസ്റ്റം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഗതി കണ്ടത് കെ സുരേന്ദ്രൻ യുവമോർച്ച പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. യുവമോർച്ചയെ ഇത്രയും ഗംഭീരമായി ചലിപ്പിച്ച വേറൊരു നേതാവ് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം അദ്ദേഹം വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി നിൽക്കുന്നു. ഇവിടെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദീർഘകാലം, അതായത് സാധാരണ മറ്റ് പ്രസിഡന്റുമായിരിക്കുന്നതിനേക്കാൾ കുറച്ചു കാലം കൂടുതൽ കെ സുരേന്ദ്രൻ്റെ പ്രസിഡന്റായിരിക്കാൻ പറ്റുകയും ചെയ്തു കേട്ടോ. അപ്പം കെ സുരേന്ദ്രനെ ഇപ്പോൾ തീർത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ തന്നെ ഇവർ നടപ്പാക്കിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, പ്രധാനമായും ഇതൊരു സവർണ പാർട്ടി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സവർണ പാർട്ടി എന്നതിൽ നിന്ന് മാറ്റി ഭാരവാഹിത്വത്തിലേക്ക് മറ്റ് സവർണരല്ലാത്തവരെ കൂടി, മറ്റ് ഇതര പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള സമീപനം സ്വീകരിച്ചു. അതിനുവേണ്ടി ചെറിയ പണിയൊന്നുമല്ല എടുത്തിരിക്കുന്നത്, എല്ലാ കമ്മിറ്റികളെയും രണ്ടാക്കി. കാരണം ചുമ്മാ ഭാരവാഹികളെ കൊണ്ടുവരാൻ പറ്റില്ല. ഏതാണ്ട് 80%, 90% അടുത്ത് സവർണർ ഭാരവാഹികളായി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഈ അടുത്ത കാലം വരെ BJP, കേരളത്തിലെ BJP. അതിനെ എന്ത് ചെയ്തു? അതിനെ തിരുത്തി, അതിനെ പൊളിച്ചിട്ട് എന്താ ചെയ്തത്? ആ ഭാരവാഹികൾ അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഈ ഭാരവാഹികളുടെ എണ്ണം ഇരട്ടിയാക്കി. ഈ ഇരട്ടിയാക്കിയ ഭാരവാഹികൾ പുതുതായി വന്നത് ഒരു സിസ്റ്റത്തിൽ സ്വാഭാവികമായിട്ടും കുറേ അസ്വസ്ഥത ഉണ്ടാക്കും. ആ അസ്വസ്ഥതയുടെ പ്രതിഫലനം ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ആ റിസൾട്ട് ഉണ്ടാക്കിയത് ഇത്തരം വളരെ സൂക്ഷ്മമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഒരൊറ്റയടിക്ക് കൈവിടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം വലിയ അബദ്ധത്തിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ അബദ്ധത്തിലേക്ക് BJP പോകാനും സാധ്യതയുണ്ട്. BJP കേരള ഘടകത്തെ അടിമുടി കോർപ്പറേറ്റ് സംവിധാനത്തിലേക്ക് മാറ്റാനാണ് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് എന്നാണ് വി മുരളീധര പക്ഷം ആരോപിക്കുന്നത്. പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന മുരളീധര സുരേന്ദ്ര വിലാപം കേൾക്കുമ്പോൾ ചില നേതാക്കൾ ഉള്ളിൽ ഉണ്ടാകും. ഗ്രൂപ്പുകളിൽ മുറിവേറ്റ പലരും തക്കം പാർത്തിരുന്ന് പകവീട്ടി എന്ന് പറഞ്ഞാലും തെറ്റുണ്ടാവില്ല. പാർട്ടി നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയുള്ള പ്രവർത്തകർ നിരവധിയാണ്. ഇപ്പോഴുള്ള ആഭ്യന്തര കലഹത്തിൽ അത്തരം ആശങ്കകൾ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്രം നൽകിയ ദൗത്യം ചോദ്യചിഹ്നമാകും.